ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. നമ്മുടെ മന്ത്ലി ഗ്രോസറി പർച്ചേസ് ചെയ്തു. സോ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്ന് നോക്കാം ഗൈസ്. കമോൺ. ഹലോ. സോ ഈ മൈക്കിന് കുറച്ച് കരകരപ്പുണ്ട്, ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ഇതെങ്ങനെയാണോ കുത്തുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് കൈ പിടിക്കാം. സോ നമ്മൾ ഒരു ചാക്ക് കണക്കിന് സാധനങ്ങളാണ് മേടിച്ചാൽ ഞാൻ ആദ്യം തന്നെ ബില്ല് കാണിക്കുക ഗൈസ്. സോ നമ്മുടെ ബില്ല് അത്യാവശ്യം വലുതാണ്, കാണിച്ചു തരാവേ. കണ്ട. സോ ടോട്ടൽ നമുക്ക് വന്നത് ആക്ച്വലി 3652 ആണ്. പക്ഷേ നമുക്ക് ഓഫറൊക്കെ കഴിഞ്ഞ് 557 ഓഫർ കിട്ടി. സോ ടോട്ടൽ നമുക്കൊന്ന് 3094 രൂപ വന്ന കേസ്. ടിങ് നമുക്കിത് മാറ്റി വെക്കാം. എന്തായാലും നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ നോക്കും ആക്ച്വലി ബില്ലിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ. സോ നമ്മളത് മാറ്റി വെച്ചു. നമുക്ക് ഇനി ഓരോ സാധനങ്ങളായിട്ട് നോക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആണ് നമ്മള് വെളിച്ചെണ്ണ മേടിച്ചേക്കുന്നത്. ഇത് 1 kg മേടിച്ചിട്ടുള്ളൂ, ബിക്കോസ് വെളിച്ചെണ്ണക്ക് കൊടുക്കാത്ത പൈസയാണ് ഗൈസ്. സോ നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ നറുനീണ്ടി മേടിക്കും. ഇതും അത്യാവശ്യം നല്ലതാണ്, ബിക്കോസ് നമുക്ക് ഇപ്പൊ ചൂടൊക്കെയാണ്, നമുക്ക് എപ്പോഴും നാരങ്ങ കുടിക്കാനൊക്കെ തോന്നും. സോ പഞ്ചസാര കൊടുക്കാത്ത വിലയും പിന്നെ അത് അത്രയും ഇതും നല്ലതല്ല എന്നാലും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നറുനീണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തേൻ മേടിച്ചത് അമ്മ പറഞ്ഞിട്ട് മേടിച്ചത് ഗൈസ്. എന്തിനാന്നറിയില്ല, ചിലപ്പോ തിന്നാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്ത് തട്ടാനായിരിക്കും. പിന്നെ നമുക്കുള്ളത് ഒരു ശ്വാസം പറഞ്ഞതിന്റെ സൗണ്ട് കേട്ടല്ലേ, ഞാൻ അണച്ച്. ഓക്കെ, അതെ, നമ്മളെ കാക്കയുടെ സൗണ്ട് കേൾക്കാം. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഒരു ചന്ദനത്തിരി ഒടിച്ചിട്ടുണ്ട് നമുക്ക് വിളക്കത്തിക്കുമ്പോ വെക്കാനായിട്ട് ഗൈസ്. പിന്നെ നമുക്ക് ഇത് ഇവിടെ ചാക്കുണ്ട്, ഈ ചാക്കിന്റെ ഉള്ളിൽ നിന്ന് സാധനം ഞാൻ പ്രകൃതമാണ്. സോ നമുക്ക് മീറ്റ് മസാല നമുക്ക് വേണ്ട സാധനമാണ്, ബിക്കോസ് നമ്മൾ 2-3 എന്തോ മേടിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ എപ്പോഴും ചിക്കൻ കറി വെക്കണം കൊണ്ടല്ല. എന്റെ അമ്മ എപ്പോഴും കറി ഉണ്ടാക്കുമ്പോ മീറ്റ് മസാല ഇടുന്നത്. ഇപ്പൊ കടലക്കറിക്കൊക്കെ ആണെങ്കിലും പീസൊക്കെ ആണെങ്കിലും അതേ ഇടുള്ളൂ, അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ അതേ ഒരു സ്പോഞ്ച് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിട്ട്. നല്ല ഒന്നും അറിയാണ്ടത് എന്റെ അച്ഛൻ പോണ ഗൈസ് പോയാ. പിന്നെ നമുക്ക് അടുത്ത കൈറ്റെടുക്കുന്നത് എന്താ, ഇത് UCP ഇവരുടെ മസാലപ്പൊടി നല്ലതാ, നല്ല ഫ്ലേവർ കിട്ടുമെന്ന് പറഞ്ഞാൽ അമ്മ ഇത് മേടിപ്പിച്ചതാ. നല്ലതാ ഗൈസ്. ഇത് ഇവിടെ അങ്ങോട്ടുള്ളാന്ന് തോന്നണം, നായത്തോട് ഉള്ളതാ. ഓക്കെ, ദെൻ നമുക്ക് ഇത് ഒരു മസാലക്കൂട്ടി, ഇത് നല്ലതാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ യൂസ്ഫുൾ ആണ് ആക്ച്വലി, നല്ലതാണ്. സോ അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനമാണ് പരിപ്പ്. ഈ പരിപ്പ് നമുക്ക് സാമ്പാർ പരിപ്പല്ല, നോർമൽ പരിപ്പറി അങ്ങനെ എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ക്ലോസപ്പ് പല്ലേക്കാൻ പറ്റും. ഇത് എന്റെ പേസ്റ്റ് ആണ് ഗൈസ്, ഇവർക്ക് വേറെ പേസ്റ്റ്. പിന്നെ ഒരു മിൽക്ക് മെയ്ഡ് ഒടിച്ച്. എന്റെ അമ്മക്ക് മറ്റേ ബ്രെഡില് മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടം. നമുക്ക് ജാമിനും അമ്മ വേറെ. ഇത് ഒരു അലക്കണ സോപ്പാണ് ഗൈസ്, ഇത് അച്ഛന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേ നമ്മ ബ്രൂ മേടിച്ച് 1 2 3 4 ഇത് ബ്രൂ സാഷ മേടിക്കാൻ കണ്ട. സോ നമ്മൾ സാഷ മേടിച്ചു, കാരണം സാഷ ലൈഫ് സേവിങ്. ബിക്കോസ് എന്താടാ അതാ നല്ലത്, ബിക്കോസ് വലിയ കുപ്പിക്ക് പൈസ ഉള്ള ഇത്, പിന്നെ ആവശ്യത്തിന് കറക്റ്റ് അളവായിരിക്കുമല്ലോ അങ്ങനെ. പിന്നെ നമ്മുടെ ഇതെന്ത് ചായപ്പൊടിയും അത്യാവശ്യം മേടിച്ചു. ഇതും ഇതിന്റെ ചെറിയൊരെണ്ണം കൂടി മേടിച്ചു. ഇത് ഉപ്പ് ഗൈസ്, ഇതൊക്കെ നമ്മൾ എല്ലാരും മേടിക്കണം സാധനങ്ങളാന്ന് മേടിക്കണ്ട നിങ്ങൾ. ഇത് നമ്മുടെ പെൻഷു പാരഡോൺടാക്സ് ആണ് നമ്മൾ മേടിച്ചത്. ഇതൊക്കെ എല്ലാരും മേടിക്കാനാണ്, നല്ല എന്റെ ഒരു സുഖത്തിൽ പറയണമെന്നുള്ള കേസ്. ഓക്കെ, ഇത് നമ്മുടെ ചായപ്പൊടി ഉണ്ട്. ഇത് ബ്രൗണി, ഇത് എനിക്ക് തിന്നാൻ വേണ്ടിട്ടാ കേസ്, ഞാൻ തിന്നും. പോണതിന് എന്തെങ്കിലുമൊക്കെ നമ്മ ഗുണങ്ങള് നമ്മ തപ്പി കണ്ടുപിടിക്കും. ഇത് പിന്നെ എണ്ണ, നമുക്ക് വെളിച്ചം എന്താ മറ്റേ വിളക്കിന് ഒഴിക്കാൻ എണ്ണയാണ് ഗൈസ്. അപ്പൊ അതങ്ങനെ. പിന്നെ ഇത് ഞാൻ സോയാ സോസ് മേടിച്ചതാ. ഇത് ഡാർക്ക് സോയാ സോസ് അല്ലേ? ഇത് ഡാർക്ക് സോയാ സോസ് എന്ന് പറഞ്ഞാൽ മേടിച്ച സോയാ സോസ് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ആഴ്ച ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആലോചിക്കുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായി ഞാൻ മേടിച്ച. പിന്നെ ഇത് ഉലുവ. പിന്നെ എന്താ ഇത് ഡവ് ഷാമ്പു സാഷയാണ് എനിക്ക് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ മേടിച്ചത്. അതൊക്കെ ഞാൻ മേടിച്ച് വെക്കാറുണ്ട്, എപ്പോഴും ഉപയോഗിക്കണതല്ലല്ലോ. എനിക്ക് തോന്നനുസരിച്ചാണ് ഞാൻ ഓരോ തലയിൽ ഓരോ സാധനങ്ങൾ ഇടണമെന്ന് പറയാൻ വന്നത്.
സോ പിന്നെ നമ്മൾ വൻപയർ മേടിച്ചു ഗൈസ്. വൻപയർ നമുക്കിപ്പോ എല്ലാത്തിന്റെ ഒപ്പം എടുക്കാമല്ലോ, എടുക്കാം. പിന്നെ ഇത് ഓയിലാ, ഗോൾഡ് ഇന്നർ ഓയിൽ. ഇത് 1 കിലോ പ്ലസ് നമ്മളൊരു ഒരു 1/2 കിലോന് മേടിച്ചിട്ടുണ്ട്. ഇത് കടല. പിന്നെ ഇട്ടിട്ട് കിട്ടണ ഇത് അരി. ഇത് നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച അരിയാണ് ഗൈസ്. പിന്നെ പോവാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇപ്പൊ ഒറ്റയ്ക്ക് മേടിച്ച. പിന്നെ ഇത് നമ്മുടെ എന്താ സോപ്പ് പൊടി. ഈ സോപ്പ് പൊടി സാഷം മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ലാഭം. നമുക്ക് ഓരോ അലക്കിന് ഒരു മാസം 10 മേടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അലക്കിനായിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിച്ചാൽ മതിയല്ലോ. ലോജിക്. എന്താ വാളംപുളിയെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പോഴും കോടംപുളിയും വാളംപുളിയും അറിയാൻ പാടില്ല. സോറി ഗൈസ്, അത് വലിയ ക്രെഡിറ്റ് അല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഒന്നും പഠിച്ചു തന്നെ. ഇതാണ് വാളംപുളി എന്ന് തോന്നുന്നത്. അതെ, ഇതാണ് വാളംപുളി. പിന്നെ ഇതെന്താ, സോപ്പുകളുടെ ബാലൻസ് നമുക്ക് 10 അത് 5 ഉണ്ടായുള്ളൂ. അപ്പൊ അതങ്ങനെ. ഇത് അമ്മക്ക് മേടിച്ചതാ. ആക്ച്വലി ഞാൻ പോണ ആ ഒരു ഷോപ്പില് ഹോൾസെയിൽ കടയാണ്, റീറ്റെയിലും ആണ്. അവിടെ പല സാധനങ്ങളുണ്ട്. നമുക്ക് മൊത്തം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം മരിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. ഇത് ഞാൻ അമ്മക്ക് മേടിച്ചത്. അമ്മയുടെ ഒരുമാതിരി ഡ്രൈ സ്കിന്നാ. സോ ഇത് ഫോർ ഡ്രൈ സ്കിന്നാ. അല്ലെങ്കിൽ അമ്മ എന്റെ അടുത്ത് മുഖത്തിടും. ഞാൻ ഉപയോഗിക്കുന്നത് പോൺസിന്റെ. ഇതും അത്യാവശ്യം അടിപൊളിയാണ്. ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നും. സോ അങ്ങനെ. ഇതെന്താ, ഇത് ഗ്രീൻ ചില്ലി സോസ് ആണ്. സോ ഇതും ഫ്രൈഡ് റൈസിന് വേണമെന്ന് ഞാൻ കണ്ടതുകൊണ്ട് മേടിച്ചാണ് ഗൈസ്. എന്താ, ഇത് ഗരം മസാല, കുഞ്ഞി ഗരം മസാല 10 രൂപ. സോ അത് അങ്ങനെ. എന്താ ഇത് അറിയാലോ, നമ്മുടെ കംഫർട്ടൊക്കെ പോലത്തെ സാധനം, ക്രിസ്പാൻഷ്. ഇതും നല്ല. പിന്നെ നമുക്ക് എന്റെ വീട്ടിലെ ഏറ്റവും ചെലവ് പോണ സാധനമാണ് മുളക് പൊടി. നമുക്ക് മുളക് പൊടി എന്ന് പറയുന്നത് ഭയങ്കര പ്രാന്താണ്. മുളക് ഇങ്ങനെ വാരിയൊക്കെ ഇടണം. ഇത് നമ്മുടെ ഗോൾഡ് ഇന്നറിന്റെ ബാലൻസ് ഞാൻ പറഞ്ഞില്ല, 1.5 കിലോ മേടിച്ചു. അയ്യോ ചത്ത്. ഇത് പോണ, ഇത് എനിക്ക് കഴിക്കാനുള്ള കേസ്. സോ പിന്നെ അതെ ഒരു കുഞ്ഞി എന്താ പറയണ മുളക് പൊടിയും കൂടി എടുത്തിട്ട്. പിന്നെ അതെ, ഇത് ആർക്ക് കഴിക്കാനുള്ളതെന്ന് അറിയോ? ഇത് അനുവിന് കഴിക്കാൻ കഴിയും. ഞാനിവിടെ ഉള്ള എന്റെ അച്ഛനെ അറിയൂല. അനുവിന് കഴിക്കാൻ വേണ്ടി ബൂസ്റ്റ് ഒഴിച്ചു. അനു ബൂസ്റ്റ് ചെയ്ത് തിന്നോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അടിച്ചത് ഞാൻ ഹോർലിക്സ് അടിച്ചിട്ട്. അത് വേറെ. നമ്മ പിന്നെ ഈ കുട്ടിയുടെ സോപ്പാണ് ഇവിടെ ഉപയോഗിക്കണം. ഇത് ഞാനൊരു 5 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് കിട്ടുമായിരിക്കും. പിന്നെ ആക്ച്വലി എന്റെ ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കഥ പറഞ്ഞ് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് പകുതി ഒന്നും റെക്കോർഡ് ആയില്ല. അത് അയ്യോ കരച്ചിലായിട്ട്. നമ്മളപ്പോ സോപ്പ് വരെ നിർത്തി. പിന്നെ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റും പറഞ്ഞു. സോ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് പറഞ്ഞ് പിന്നെ നമ്മള് എന്താ ഹോർലിക്സും പറഞ്ഞ കേസ്. ആക്ച്വലി ഞാൻ ഹോർലിക്സ് അച്ഛൻ എടുത്ത് തന്നെ മുന്നേ എടുത്ത് വെച്ചത് കൊണ്ട് അത് കൂട്ടിപ്പോയി. ഞാൻ അതൊക്കെ കലക്കി കുടിക്കുക, അല്ലെങ്കിൽ അച്ഛൻ തലടിച്ച് പൊളിക്കും. വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. സോ മാൽക്കിസ്റ്റിന്റെ കഥ പറഞ്ഞപ്പോഴാണ്, മാൽക്കിസ്റ്റ് നമ്മളെല്ലാരും പ്രായഭേദമന്യേ നമ്മൾ കഴിക്കണ ഒരു ബിസ്ക്കറ്റ്. എന്റെ വീട്ടില് നമ്മളെല്ലാരും എല്ലാം ഷെയർ ചെയ്ത് കഴിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തെന്നല്ല, മീൻ ഇപ്പം ലേസ് ആണെങ്കിൽ ലേസ് കഴിക്കും, ബിസ്ക്കറ്റ് ഞാൻ അടിക്കും, എന്തും കഴിക്കും. നമ്മളെല്ലാരും കട്ടക്ക് വെക്കണം. സാധാരണ നമ്മൾ ഇതൊന്നും അവർ കഴിക്കില്ലല്ലോ എന്ന് വെച്ചാൽ നമുക്ക് തിന്നാന്നുള്ള ഇതില് നമ്മൾ അടിക്കും. പക്ഷെ നമ്മൾ അവിടെ തോറ്റു പോകും. ബിക്കോസ് ഞാൻ അവിടെ തോറ്റു. അങ്ങനെ. പിന്നെ ഒരു സിന്തോള് മേടിച്ചിട്ട് ഇത് പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പാണ്. പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ. നമ്മുടെ ആ ഒരു ഷോപ്പിലെ എല്ലാ സാധനങ്ങളും മാക്സിമം പൈസ കുറവിനാ കിട്ടണേ. ഇതിന്റെ പൈസ ഞാൻ പറയാട്ടാ. പൈസ ഭയങ്കര കുറവായിട്ട് ഇതിന്റെ ബില്ലൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഇത് അമ്മക്ക് വേണ്ടി മോയ്സ്ചറൈസർ മേടിച്ചതാ. ഇത് ഫോർ ഡ്രൈ സ്കിന്ന്. അല്ലെങ്കിൽ അമ്മ എന്റെ പെരട്ടി ഇടും. അപ്പൊ എനിക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ നെയ്യ് കൂട്ടിയോന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മറന്നു എന്തൊക്കെ സാധനമാണ് കൂട്ടിയത്. നമ്മൾ നെയ്യ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസിന് ഞാൻ പറഞ്ഞു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. സോ അതിന്റെ റൈസ് അല്ലേ, അതെ, അരി ലോങ് റൈസ്. പിന്നെ ഇത് വാളംപുളി. ഇത് ഞാൻ പറഞ്ഞു തോന്നുന്നു, എനിക്ക് ഓർക്കണല്ലേ, സിറ്റ് ആയിപ്പോയി. പിന്നെ അതേ ഇത് നമ്മള് എന്താ ഡിഷ് വാഷർ. ബിക്കോസ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് സോപ്പാ യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോപ്പയ്ക്ക് പാത്രത്തിൽ പറ്റിപ്പിടിക്കും. അത് പോകത്തില്ല, കുറെ കൈയിലൊക്കെ പോകുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിക്വിഡാണ് നല്ലത്. അങ്ങനെ. ഇത് ബൈ 1 get 1 ഫ്രീ. അതും ഫ്രീ. അത് നമ്മളെപ്പോഴും മറക്കില്ലല്ലോ. സോ അങ്ങനെ. പിന്നെ ഇത് സാമ്പാർ പൊടി 10 രൂപ കേസ്. ക്യൂട്ട് സാമ്പാർ പൊടി.
സോ നമ്മൾ സാമ്പാർ പൊടി മേടിച്ചു. ചെറുപയർ ഇതിൽ ആഡ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ടെന്ന് തമ്പുരാൻ അറിയാം. ഇത് പൊങ്ങലല്ല, അതെന്ത് ആവോ എന്തോ ഇപ്പൊ പൊട്ടിയിലോ. ഒരു മിനിറ്റാ. ആ ലിക്വിഡ് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എന്റെ വീഡിയോ പോസ്റ്റ് ആയി പോകുന്നത്. ഞാൻ അറിയുന്നില്ല, കഥ പാടിക്കോ. എന്റെ സ്റ്റോറേജ് കുറവ് കേസ്, അതുകൊണ്ട് സ്റ്റോപ്പായി ഓഫായി പോകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ഈ ഒരു ലിക്വിഡ് കുറച്ച് ലീക്കായി ഇപ്പൊ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത ആ ഒരു ആവേശം കുറഞ്ഞു എപ്പോഴും ചെയ്തത് കയ്യിലെ വിറവില്ല. ആൻഡ് നമുക്ക് പിന്നെ കടുക് ലൂസായി മേടിക്കണം, ബിക്കോസ് കടുക് നമുക്ക് അത്യാവശ്യമാണല്ലോ. പിന്നെ മുളക് പൊടി എക്സ്ട്രാ മേടിക്കണം, ബിക്കോസ് പറഞ്ഞല്ലോ എന്റെ അമ്മ നല്ലതായിട്ട് മുളക് പൊടിയൊക്കെ ഇടും. ഇത് പുട്ടുപൊടിയാ ഗൈസ്, പുട്ടുപൊടി. ആൻഡ് ഓൾസോ പുട്ടുപൊടി നമ്മള് ഇതും ഒരു അരയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ലാസ്റ്റത്തെ ക്യൂട്ടി സോപ്പ് നമ്മൾ 5 മേടിച്ചു, ക്യൂട്ടി സോപ്പ്. അതങ്ങനെ. പിന്നെ ഇതും പുട്ടുപൊടിയാണ്. സോ പുട്ടുപൊടി കഴിഞ്ഞു. ചക്ക് തീർന്നു. ലാസ്റ്റ് ഒരു സാധനം കൊണ്ടുണ്ട്, അത് നമ്മുടെ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് കഴുകി എടുത്തിട്ട്. ടൊമാറ്റോ കെച്ചപ്പും ഉണ്ടായി. സോ ഇത്രേ ഉള്ളൂ നമ്മള്. അയ്യോ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ലാസ്റ്റ്, ഇതും കഴുകിയെടുക്കണം, ബിക്കോസ് ഇതിലും ആയിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ പ്രാവശ്യം മേടിച്ച ഗ്രോസറി ഐറ്റം. സോ ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാനിടാം. ഹലോ ഗൈസ്, ചില സാങ്കേതിക തകരാറുകൾ മൂലം നമ്മുടെ വീഡിയോ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ സീനായി പോയി, അതുകൊണ്ടാണ്. സോ നമ്മള് അപ്പൊ ഇന്നത്തെ ഗ്രോസറി ഒക്കെ ഷോപ്പ് ചെയ്ത് അപ്പൊ അത്രയുള്ളൂ. ഈ മാസത്തേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കണേ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും അവർ ആഡ് ചെയ്തില്ല, അവര് ബില്ല് അടിച്ചിട്ടില്ല ഗൈസ്. അതാണ് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഞായറാഴ്ച കൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാന്ന് തോന്നുന്നത്. ഹോർലിക്സ് എടുക്കാൻ പറ്റിയില്ല, അവരത് അടിച്ചില്ല, ഞാൻ അത് കണ്ടു എടുത്തില്ല, എനിക്ക് ഒന്നും ഓർമ്മ വന്നില്ല. എന്തായാലും അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആക്ച്വലി അപ്പൊ അത്രേ ഉള്ളൂ. കുറെ എന്തൊക്കെ പറയണം തന്നെ മറന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.